ദുരന്തത്തിൽപ്പെട്ട ഒരു നാടിന് എങ്ങനെ സഹായം എത്തിക്കണമെന്നതിനുള്ള സാക്ഷ്യമായി മാറുകയാണ് കൊച്ചിയിലെ നവമാധ്യമ കൂട്ടായ്മയായ അൻപൊട് കൊച്ചി. ലോഡ് കണക്കിന് സാധന സാമഗ്രികളാണ് ചെന്നൈയിലെ ദുരിതബാധിത മേഖലകളിലേക്ക് ഇതുവരെ എത്തിച്ചത്. ജില്ലാ കളക്ടറിലും സിനിമാ താരങ്ങളിലും തുടങ്ങി വിദ്യാർത്ഥികൾ വരെ ഈ കൂട്ടായ്മയിലുണ്ട്. 10 പേരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നായിരുന്നു അൻപൊട് ചെന്നൈക്ക് തുടക്കം. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞ് വെള്ളവും മരുന്നുമൊക്കെയായി കൂടുതൽ ആളുകളെത്തി. എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം എത്തിയതോടെ കടവന്ത്ര സ്റ്റേഡിയം ഏകോപന കേന്ദ്രവുമായി. സിനിമാ താരങ്ങളായ പാർവതി, പൂർണിമ തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ സേവന സന്നദ്ധരായി 24 മണിക്കൂറും സ്റ്റേഡിയത്തിലുണ്ട്. നമ്മൾ 7 പേര് വെച്ചിട്ടാണ് ഇന്ന് രാവിലെ തുടങ്ങിയത്. ആൻഡ് വി ഹാവ് അബൌട്ട് 100 പീപ്പിൾ നൗ. അപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു. പറ്റുന്ന അത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ദാറ്റ്സ് ദി ഓൺലി aim for us. That just makes us happy. ഒരുപോലെ ചിന്തിക്കുന്ന, നല്ല കാര്യങ്ങൾ നല്ലതിന് വേണ്ടി ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് പരസ്പരം അവനോട് പേര് പോലും അറിഞ്ഞൂടാ. തമിഴ്നാട്ടിലെ IAS ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി മരുന്നുകൾ, അടിവസ്ത്രങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ എന്നിവയാണ് കൂടുതലായി കയറ്റിവിടുന്നതെന്ന് കളക്ടർ MG രാജമാണിക്യം പറഞ്ഞു. ചെന്നൈയിലുള്ള ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈ, കടലൂർ, വെളുപ്പുറം, മരക്കാണം അങ്ങനെയുള്ള വിവിധ ഇൻറ്റീരിയർ ഏരിയാസിൽ എവിടെയാണ് ഡിമാൻഡ്, എന്ത് ഡിമാൻഡിനുള്ളത് അവിടെ നിന്ന് വെരിഫൈ ചെയ്ത് വാങ്ങിച്ച് അവിടെ ആവശ്യമാണോ അവിടുത്തെ ഓഫീസറെയും തഹസിൽദാരെയും വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇവിടെ നമ്മൾ ലോഡ് ചെയ്ത് അയക്കുന്നത്. അതുകൊണ്ട് ഒരു മെറ്റീരിയൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. നിരവധി ലോഡ് സാമഗ്രികളാണ് ഇതിനകം തമിഴ്നാട്ടിലേക്ക് എത്തിച്ചത്. സാധന സാമഗ്രികളുമായി കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റിപ്പോർട്ടർ, കൊച്ചി.